ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വലിയ ഷോപ്പിംഗ് ആണ്, കുറച്ച് കോസ്റ്റ്ലി ഷോപ്പിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ എൻ്റെ അനിയത്തിക്ക് ചെറിയൊരു സ്റ്റഡൊക്കെ മേടിക്കാനായിട്ട് പോവാണ്. ചെറിയ സ്റ്റഡ്, അതാണ് കോസ്റ്റ്ലി ഷോപ്പിംഗ്. ഗോൾഡ് ആയതുകൊണ്ട് കോസ്റ്റ്ലി ആവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോസ്റ്റ്ലി ഷോപ്പിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതെടുക്കണം, പിന്നെ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു വ്ളോഗാക്കിക്കൂടാ, ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാവും, എനിക്കൊരു കണ്ടൻറ്റും ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനും ആകാശം കൂടെയാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇനിയും ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരു പൂച്ച കിടന്ന് കരയുന്നുണ്ട്, അപ്പോൾ അതാണ് ഇതൊരു സൗണ്ട്, ഞാൻ കാണിച്ചു തരാം. പൂച്ച ആകാശം ഒരുപോലെ പേടിച്ച രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ റെഡിയായി. ആകാശം വന്നിട്ടുണ്ട്. ആകാശം വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവിടെ ഒരുപാട് ഗോൾഡൻ ജ്വല്ലറി ഷോപ്സ് ഉള്ളതുകൊണ്ട് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അവരുടെ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ട്. കുറേ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഡയമണ്ട് ഐറ്റംസ് ഒക്കെ ഉള്ള വീഡിയോസും അവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രൊമോഷനൊന്നും അല്ല, അപ്പോൾ അവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നത്. ഇതിന് മുമ്പ് ഒരു തവണ ഞാൻ മഹാരാജാസിൽ കയറിയിട്ടുണ്ട്, അതും കുഴപ്പമില്ല. പിന്നെ അടുത്തത് ഇവിടെ കയറാമെന്ന് വെച്ചു. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഞാൻ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുമായിരിക്കും. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. അപ്പോൾ ഓക്കെ, ഇനി ലേറ്റ് ആക്കണ്ട, ഷോപ്പിങ്ങിന് പോകാം. അപ്പോൾ ഞാൻ ദേ വീടൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങി. ഇനി ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ബൈക്കിലാണ്. നമുക്കിവിടെ കാറൊന്നും ഇല്ലല്ലോ, അപ്പോൾ ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് റെഡിയായി നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുള്ളത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു തവണ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് തന്നെ നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഗോൾഡിൻ്റെ സ്റ്റഡാണ് നോക്കുന്നത്. എനിക്കല്ല, എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഡയമണ്ട് തന്നെ മേടിക്കാൻ. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടടാ, നല്ല ഭംഗിയുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ചെവി വെച്ചോ, ക്യൂട്ടില് ചെവിയിൽ ഫ്ലൈറ്റ്. അപ്പോൾ ഇത് ഫുള്ള് ഡയമണ്ട്സിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഡയമണ്ട് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോൾഡൻ ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഡയമണ്ട്സിലാവുമ്പോൾ നല്ല വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഡയമണ്ട്സ് എടുത്തത്. പിന്നെ അവസാനം വന്നതല്ലേന്ന് വെച്ച് ഞാൻ മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് എന്നാൽ നോസ്റ്റഡൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വെച്ചിട്ട് ഒന്നും ചേരുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് ലാസ്റ്റ് അവൾക്ക് തന്നെ എടുത്തു. അവൾക്ക് ഞാനൊരു ബട്ടർഫ്ലൈ ഡിസൈനിലുള്ളത് എടുത്ത്. അങ്ങനെ ഗോൾഡ് എടുക്കാൻ വന്നിട്ട് ഞാനിവിടുന്ന് ഡയമണ്ട് എടുത്ത് ഇറങ്ങുന്നുണ്ട്. അവളെന്നെ കൊണ്ട് ലോൺ എടുപ്പിക്കുമെന്ന്. ഇപ്പം തീരും ഇതിനകത്ത് എല്ലാം. ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. ഫെഡറൽ ബാങ്കിൻ്റെ പ്രൊമോഷനാണെന്ന് കൂട്ടിക്കോ. ഫെഡറൽ ബാങ്കിൻ്റെ ക്രൗൺ കാർഡ് പൈസ പോവാൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് ബില്ല് ചെയ്യുകയാണ്. എനിക്ക് ആക്ച്വലി 2 എണ്ണമായിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് ഒരു ഡയമണ്ടിൻ്റെ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു ഗോൾഡും കൂടെ വേണമായിരുന്നു, അതവിടെ ഇല്ലായിരുന്നു. പക്ഷേ അതവിടെ നിന്ന് എടുത്തില്ല. അപ്പോൾ അങ്ങനെ ഡയമണ്ട് എടുത്ത് അവരതിൻ്റെ കാർഡ്സും കാര്യങ്ങളൊക്കെ തന്നു, ബിൽസും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. പറയാം അങ്ങനെ. അപ്പം അങ്ങനെ നമ്മൾ നക്ഷത്രയിൽ കയറിയിട്ട് ഒരു ഡയമണ്ട് സെക്കൻഡ് സ്റ്റഡ് നമ്മൾ മേടിക്കും. എനിക്ക് ഒരെണ്ണം കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഞാനൊരു സിംഗിൾ സ്റ്റഡാണ് നോക്കുന്നത്, അതിവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ജ്വല്ലറിയിൽ നിന്ന് കയറി നോക്കാം. അടുത്തതിനും കൂടെയുള്ള ബഡ്ജറ്റിൻ്റെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എത്ര എമൗണ്ട് ആയെന്നത് ഞാനിതിൽ പറയുന്നില്ല. രണ്ടായിരം വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി.
അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അടുത്തത് വന്നത് മഹാരാജാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ്. ഇവിടെ നിന്നാണ് ഞാൻ ഗോൾഡ് സ്റ്റഡ് എടുത്തത്. അവിടെ നിന്ന് എനിക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പകരം ഇവിടെ നിന്നാണ് ഞാൻ ഗോൾഡിൻ്റെ സ്റ്റഡ് എടുത്തത്. ഇത് എടുക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു റിംഗ് കൂടെ വേണേ നോക്കാം വയ്ക്കാൻ. അപ്പം അങ്ങനെ മഹാരാജാസിൽ കയറിയിട്ട് ആദ്യം നമ്മൾ നക്ഷത്രയിൽ കയറി അവിടെ നിന്ന് എടുത്തു. പിന്നെ അടുത്ത് ഇപ്പോൾ മഹാരാജാസിൽ കയറിയിട്ട് അവിടെ നിന്ന് എടുത്തു. ഇപ്പോൾ എനിക്ക് എടുത്തുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടെ കിടന്ന് അലറി കൂവി കരഞ്ഞേന്. ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. എനിക്ക് എടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കാര്യം. ഇത് അവൾക്കായതുകൊണ്ട് എനിക്കൊരു റിഗ്രറ്റും ഇല്ല, സങ്കടവും ഇല്ല. പിന്നെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ രണ്ടാമത്തെ സ്റ്റഡ് മേടിച്ചു. ഇങ്ങനെ കുത്തി അങ്ങ് കയറ്റിയേക്കുന്നതുകൊണ്ട് എത്ര ഇട്ടാലും അറിയത്തില്ല അവളുടെ കാത്. അപ്പോൾ ഇനിയും അപ്പോൾ എന്തായാലും പറഞ്ഞു തന്നെ അപ്പോൾ അത് മേടിച്ചു. ഇനിയിപ്പോൾ അടുത്ത 2 മാസം കഴിഞ്ഞ് സേവ് ചെയ്തിട്ട് വേണം അടുത്തത് മേടിക്കാൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് സ്റ്റഡ് എടുത്തു. അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി എനിക്ക് വേറെ കുറച്ച് പർച്ചേസും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഫോറം മോളിലേക്കാണ്. ഫോറം മോളിൽ പോയത് എന്താണെന്ന് വെച്ചാൽ അവിടെ സരോസ്കി എന്ന് പറയുന്നൊരു ബ്രാൻഡുണ്ട്. അവിടുന്ന് എൻ്റെ ഒരു മാല കുരുങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന മാലയാണ്. അപ്പോൾ ആ മാലയിലെ കുരുക്ക് മാറ്റാൻ അവിടെ കൊടുക്കണം. അപ്പോൾ അവിടെ കയറണം എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫോറം മോളിലേക്ക് പോയത്. ഫൈനലി നമ്മൾ സരോസ്കി 3 മോള് കയറി ഇറങ്ങി കണ്ടുപിടിച്ചിട്ടുണ്ട്. സരോസ്കി ഇതോ അങ്ങോട്ടേക്ക് നോക്കൂ. കിട്ടിയിരിക്കുന്നു. അവിടെ എവിടെയോ ആണ് മിനിസോ. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മിനിസോയിലേക്കാണ്. മിനിസോ ഇത് മറ്റേ ഇങ്ങനെ പണ്ട് വെള്ളത്തിൽ കൂത്തിട്ട് വലുതാക്കത്തില്ലായിരുന്നു. എനിക്കിത് വേണമായിരുന്നു. BPA ഫ്രീയോ എന്നുവെച്ചാൽ ഫുഡ് കോണ്ടാക്ട് മെറ്റീരിയൽ. ഇവിടെ സൂപ്പറോ. ഇതോ ഇവിടെ വന്നിട്ട് എന്തെടുക്കണമെന്ന് അറിയത്തില്ല, ഭയങ്കര കൺഫ്യൂഷൻ. നല്ല ചൂടെടുക്കുന്നുണ്ട്. ഒരഭിപ്രായമല്ല മോശത്തിന്. ഇതെൻ്റെ കയ്യിലുണ്ട്. ഇതല്ല, ഇതിനെത്ര? 190. ഇത് ഞാൻ എടുക്കുക.
കംപ്രസ്ഡ് മാസ്ക്. ഇതിനകത്ത് നമുക്ക് പാക്ക് ഉണ്ടാക്കി മുഖത്ത് വെക്കാം. ഇത് ഞാൻ എടുക്കും. എനിക്കും വേണമായിരുന്നു. കംപ്രസ്ഡ് മാസ്ക് ഇത് സൂപ്പറാണ്. ഇതെനിക്ക് വേണം. ഇത് ഫേസ്, ഇത് എൻ്റെ ഉണ്ട് ഫേസ് തുടയ്ക്കാൻ. പുള്ളിക്ക് ഇവിടെ ഒന്ന് മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ആർക്കോ? സാറിനോ? 500 രൂപ. ഇതൊക്കെ കണ്ടോ? ക്യൂട്ട് ഐറ്റംസ് കിട്ടാൻ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അടുത്താരോ? എനിക്ക് അക്സി അക്സി കാണിച്ചേ. അങ്ങനെ മിനിസോന്ന് നമ്മൾ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ മേടിച്ചു. അവിടെ കയറിയാൽ പിന്നെ എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാൻ തോന്നും. അത്ര സൂപ്പർ ഐറ്റംസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിനിസോയിൽ വരുന്നത്. അങ്ങനെ നമ്മൾ മിനിസോയിൽ നിന്ന് ബില്ലൊക്കെ ചെയ്തു. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. കവറൊന്നും മേടിച്ചില്ല, നമ്മൾ എല്ലാം ബാഗിൽ തന്നെ വെച്ചു. കുറച്ച് സാധനങ്ങളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്തത് നമ്മൾ വന്നത് ലെൻസ് കാർട്ടിലേക്കാണ്. എനിക്കെൻ്റെ ഐ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. പവർ മാറിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണമായിരുന്നു. കുറേ നാളായി ഞാൻ ഐ ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ കണ്ണ് ചെക്ക് ചെയ്ത് ഞാനൊരു ഗ്ലാസ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഗ്ലാസ് മേടിച്ചില്ല, കണ്ണ് ചെക്ക് ചെയ്തു. അപ്പോൾ ഇവരുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വേറെ ഏതെങ്കിലും കൂടെ ഔട്ട്ലെറ്റിലൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യാമെന്ന് വെച്ചിട്ട് അന്ന് മേടിച്ചില്ല. പക്ഷേ ഇവിടെ കയറി ചെക്കൊക്കെ ചെയ്തു. ഇവിടെ ചെക്ക് ചെയ്യുന്നത് കോസ്റ്റൊന്നും ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേറൊരു ഔട്ട്ലെറ്റിൽ നിന്നും കൂടെ ചെക്ക് ചെയ്ത് അവിടെ നിന്ന് ഞാൻ അവിടെ റെസിപ്റ്റൊക്കെ മേടിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ കണ്ണൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് റെസിപ്റ്റൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ ഫോർമോളിൽ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, എന്തോ കൺസേർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന ടൈമിൽ അതാണ്, കുറച്ച് കൺസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീടെത്തി. അപ്പോൾ ഈ കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.